ഹലോ ഫ്രണ്ട്സ്, അപ്പം ഇന്ന് രാമജയം യു പി സ്കൂളിലെ ഇലക്ഷൻ 2025. അപ്പോൾ 6 സ്ഥാനാർത്ഥികളാണ് നമ്മുടെ സ്കൂളിൽ ഇപ്രാവശ്യം മത്സരിച്ചത്. അവരവരുടെ സ്പീച്ചുകളും കാര്യങ്ങളും അവരെ വാഗ്ദാനങ്ങളും എല്ലാം നൽകിയിട്ടുണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ കുട്ടികൾ അതിനനുസരിച്ച് കുട്ടികൾ കുറേ ചോദ്യങ്ങളും കാര്യങ്ങളും അങ്ങോട്ടേക്ക് ചോദിച്ചു. ഇപ്പോൾ ഇലക്ഷൻ പ്രോസസ്സാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ കുട്ടികളിൽ എന്തൊക്കെയാണ് സ്റ്റെപ്പ്, ആരൊക്കെയാണ് ഇലക്ഷൻ നടക്കുമ്പോൾ സമയത്ത് ആരൊക്കെ ഉണ്ടാവുക, എന്തൊക്കെയാണ് അതിന് ആവശ്യമുള്ള കാര്യങ്ങൾ, എന്തൊക്കെയാണ് ഒരു വോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത്, അങ്ങനെ പല കാര്യങ്ങളും ഇമ്പോർട്ടൻറ്റ് ക്ലാസ്സുകളെല്ലാം എടുത്തിട്ടാണ് ഈ കുട്ടികൾ ഈ ആക്ടിവിറ്റിയിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സോഷ്യൽ ക്ലബ്ബിലെ മെമ്പർമാരായ പല ടീച്ചർമാരും അവരുടെ ഐഡിയാസ്, എന്താണ് ഇലക്ഷൻ, എന്തുകൊണ്ടാണ് ഡെമോക്രസിയെക്കുറിച്ചും അതിനെ പറ്റി ചെറിയൊരു ബ്രീഫ് കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കേട്ടതിന് ശേഷമാണ് കുട്ടികൾ ഈ ഫീൽഡിൽ ഇറങ്ങിയത്. പ്രത്യേകം പറയാനുള്ളത് കുട്ടികളുടെ ആക്റ്റീവ്നെസ്സാണ്. കുട്ടികൾ അവരവരെ ഗ്രൂപ്പുകളാക്കി എല്ലാ ക്ലാസ്സിലും പോയി അവരെ ക്യാൻവാസിങ് കാര്യങ്ങളും, അപ്പോൾ അവരെ ചിഹ്നങ്ങളെ പരിചയപ്പെടുത്തലും, അപ്പോൾ അത് ആക്റ്റീവായിട്ട് കുട്ടികളെല്ലായിടത്തും എത്തിച്ചേർന്നിട്ടുണ്ട്. കുട്ടികൾ അവരോട് കാര്യങ്ങൾ സംസാരിക്കാനും. അപ്പോൾ ഇലക്ഷന് മുന്നേ തന്നെ ഇവരൊരു ടീമാക്കി, ഇവരുടെ ടീം തന്നെ പ്രിസൈഡിങ് ഓഫീസറും കാര്യങ്ങളൊക്കെ റെഡിയാക്കി. അപ്പോൾ നമ്മുടെ ടീച്ചർമാരുടെ നേതൃത്വത്തിൽ തന്നെ കുട്ടികൾ അവരെ ആക്റ്റീവായിട്ട് അത് പരിപാടി ഗംഭീരമാക്കി തന്നെ പറയാം. കുട്ടികൾ അപ്പോൾ ഇത് കൗണ്ടിങ്ങെല്ലാം തുടങ്ങിയിട്ടുണ്ട്. കൗണ്ടിങ്ങെല്ലാം തുടങ്ങിയ ശേഷം കുട്ടികളൊക്കെ അവർ അസംബ്ലി പോയിന്റിലേക്ക് റിസൾട്ട് അനൗൺസ് ചെയ്യാൻ. അപ്പോൾ ഹെഡ് മാസ്റ്റർ നമ്മുടെ റിസൾട്ട് അനൗൺസ് ചെയ്തു. ഫിസാനാണ് 2025-26 വർഷത്തെ രാമജയം യു പി സ്കൂളിൻ്റെ ഹെഡായി വന്നത്. പിന്നെ അഭിനയാണ് സെക്കൻഡ് ലീഡർ, ഡെപ്യൂട്ടി ലീഡർ. സെൻഹ സ്പീക്കറായിട്ടാണ് ഇപ്രാവശ്യം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് വിജയാഘോഷ പ്രകടനമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഇലക്ഷൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.